2003 ഫെബ്രുവരി 22 അമേരിക്കയിലെ ഓക്ലഹോമ സ്റ്റേറ്റിലെ ടൽസ സിറ്റി. അന്ന് പുലർച്ചെ 3:11 അമേരിക്കൻ എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. കെന്നത്ത് മാക്സ്വെൽ എന്ന വ്യക്തിയാണ് വിളിച്ചത്. സിറ്റിയിലെ ഒരു വീടിന് തീ പിടിച്ചിരിക്കുന്നു എന്നാണ് കെന്നത്ത് മാക്സ്വെൽ പറഞ്ഞത്. ആ വീടിന്റെ കൃത്യമായ ലൊക്കേഷനും അദ്ദേഹം പറഞ്ഞുകൊടുത്തു. പ്രതിദിനം 3000-ലധികം എമർജൻസി കോളുകൾ അറ്റൻഡ് ചെയ്യുന്നവരാണ് 911 ഡിസ്പാച്ചേഴ്സ്. അവർക്ക് ഇത്തരം സാഹചര്യങ്ങളൊന്നും പുതുമയുള്ളതായിരുന്നില്ല. എന്നാൽ അവരെ പോലും ഞെട്ടിച്ചു കളഞ്ഞ ചില സംഭവങ്ങളാണ് അതിനുശേഷം നടന്നത്. കെന്നത്ത് മാക്സ്വെൽ 911 ഡിസ്പാച്ചറിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വെടിയൊച്ച കേൾക്കുകയും കെന്നത്തിന്റെ ശബ്ദം നിലയ്ക്കുകയും ചെയ്തു. ഇതോടെയാണ് ഇത് വെറുമൊരു ഫയർ ആക്സിഡന്റ് അല്ല എന്നും കെന്നത്തിന്റെ ജീവനും അപകടത്തിലാണ് എന്നും 911 ഡിസ്പാച്ചറിന് മനസ്സിലായത്. അവരുടനെ പോലീസിനെയും ഫയർ ഫൈറ്റേഴ്സിനെയും വിവരമറിയിച്ചു. അവർ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു വീടിന് തീ പിടിച്ചിരിക്കുന്നതാണ്. ആ വീടിന് മുന്നിലുള്ള റോഡിലായി ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നു. അതിനകത്ത് ഒരാൾ വെടിയേറ്റ് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അപ്പോഴും ജീവനുണ്ട് എന്ന് മനസ്സിലായതോടെ മെഡിക്കൽ ടീം അദ്ദേഹത്തെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. 24 വയസ്സുള്ള കെന്നത്ത് മാക്സ്വെൽ ആണ് മരിച്ചത് എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഇതേസമയം ഫയർ ഫൈറ്റേഴ്സ് തീ കെടുത്തിയതിനു ശേഷം ആ വീടിനകത്ത് പരിശോധന നടത്തിയ പോലീസുകാർക്ക് 2 ഡെഡ് ബോഡികൾ കൂടി കണ്ടെത്താൻ കഴിഞ്ഞു. വീട്ടുടമസ്ഥനായ 51 വയസ്സുകാരൻ ഫ്രെഡ് ബാർണിയും അദ്ദേഹത്തിന്റെ ഭാര്യ 42 വയസ്സുള്ള റബേക്ക ബാർണിയുമാണ് കൊല ചെയ്യപ്പെട്ട മറ്റു 2 പേർ. അവരെയും വെടിവെച്ച് തന്നെയാണ് കൊന്നിരിക്കുന്നത്. റബേക്ക ലൈംഗിക പീഡനത്തിനും ഇരയായിട്ടുണ്ട്. കെന്നത്ത് മാക്സ്വെൽ കൃത്യസമയത്ത് തന്നെ ഈ കാര്യങ്ങൾ എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചതിനാലാണ് അതിവേഗത്തിൽ തീ കെടുത്താനും ക്രൈം സീൻ സുരക്ഷിതമാക്കാനും കഴിഞ്ഞത്. നിർഭാഗ്യവശാൽ കെന്നത്ത് മാക്സ്വെൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ? എന്തിനു വേണ്ടിയായിരുന്നു കില്ലർ ഈ കൊലപാതകങ്ങൾ ചെയ്തത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ക്രൈം സീൻ പോലീസ് വിശദമായി പരിശോധിച്ച സമയത്ത് ആ വീട്ടിലെ കിച്ചൺ കൗണ്ടറിൽ ചോര തെറിച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. തലയ്ക്ക് പുറകിൽ വെടിയേറ്റ നിലയിൽ കിച്ചൺ ഫ്ലോറിൽ തന്നെയാണ് ഫ്രെഡ് ബാർണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ നിന്നും സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കില്ലർ ഫ്രെഡ് ബാർണിയുടെ പുറകിൽ നിന്നും ഷൂട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ബെഡ്റൂമിനകത്ത് നിന്നുമാണ് റബേക്ക ബാർണിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത്. അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു. മുഖത്ത് ഒരു പില്ലോ വെച്ച് അതിനു മുകളിലൂടെയാണ് റബേക്കയെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെടിയേറ്റിരിക്കുന്നത് റബേക്കയ്ക്കാണ്. അതിനാൽ കില്ലറിന്റെ പ്രൈമറി ടാർഗറ്റ് റബേക്കയാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. ആ വീടിന് പുറത്ത് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കെന്നത്ത് മാക്സ്വെല്ലിന് ഫ്രെഡുമായോ റബേക്കയുമായോ വല്ല ബന്ധമുണ്ടോ എന്നാണ് പോലീസ് ആദ്യം പരിശോധിച്ചത്. കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് കെന്നത്ത് താമസിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഫ്രെഡിനെയോ റബേക്കയെയോ ഒരു മുൻപരിചയമുണ്ടായിരുന്നില്ല. അന്ന് ഫ്രണ്ട്സുമായി ഒരു പാർട്ടിയിൽ പങ്കെടുത്തതിനു ശേഷം കെന്നത്ത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീടിന് തീ പിടിച്ചത് കാണുകയും അതിനെ തുടർന്ന് എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറയുകയുമായിരുന്നു എന്നാണ് പോലീസുകാരുടെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതേസമയം ഫ്രെഡിന്റെയും റബേക്കയുടെയും ദാമ്പത്യ ജീവിതം അത്ര നോർമൽ അല്ല എന്ന് പോലീസുകാർക്ക് വിവരം ലഭിച്ചു. 6 വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും വിവാഹം കഴിച്ച് ഒരുമിച്ചുള്ള ജീവിതം ആരംഭിച്ചത്. ഇരുവർക്കും കുട്ടികളും ഉണ്ടായിരുന്നില്ല. പതിയെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വന്നു. ഒടുവിൽ 2002 അവസാനത്തോടെ ഇരുവരും ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. കേസ് കോടതിയിലുമെത്തി. എന്നാൽ ഡിവോഴ്സ് അനുവദിച്ചുകൊണ്ടുള്ള അന്തിമ വിധി വരുന്നതുവരെ അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു വീട്ടിലാണ് താമസമെങ്കിലും വ്യത്യസ്ത മുറികളിലായിരുന്നു അവർ കിടന്നുറങ്ങിയിരുന്നത്. ഇരുവരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു പിരിയുക എന്നുള്ളത്. എന്നിരുന്നാലും അവർക്കിടയിലെ സൗഹൃദത്തിന് കുറവൊന്നുമുണ്ടായിരുന്നില്ല. റബേക്കയുടെ ഡെഡ് ബോഡി ബെഡ്റൂമിനകത്ത് നിന്നുമാണ് ലഭിച്ചതെങ്കിലും അവളുടെ വസ്ത്രങ്ങൾ ഡൈനിങ് റൂമിലെ ഫ്ലോറിലായിരുന്നു കിടന്നിരുന്നത്. ആ വസ്ത്രങ്ങൾക്ക് മുകളിലായി റബേക്ക അവളുടെ കണ്ണട ഊരിവെച്ചിരുന്നു. ഇതിൽ നിന്നും കില്ലർ റബേക്കയെ ഭീഷണിപ്പെടുത്തി വസ്ത്രങ്ങൾ അഴിപ്പിച്ചത് ഡൈനിങ് റൂമിൽ വെച്ചിട്ടാണെന്നും അതിനുശേഷം അവളെ ബെഡ്റൂമിനകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചതിനു ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നും മനസ്സിലാക്കാം. ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ടായാൽ അതിന്റെ കാരണങ്ങൾ പരിശോധിച്ചു കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നവരാണ് ആഴ്സൺ എക്സ്പേർട്സ്. ഇത്തരത്തിൽ ആഴ്സൺ എക്സ്പേർട്സ് ആ വീട്ടിൽ പരിശോധന നടത്തിയ സമയത്ത് കില്ലർ തെളിവുകൾ നശിപ്പിക്കുന്നതിനായി ആ വീടിന് മനഃപൂർവ്വം തീയിട്ടതാണെന്ന് കണ്ടെത്തി.
അതുപോലെ തീപിടുത്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നതിനായി ഗ്യാസ് ലൈനും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തതിനു ശേഷം കില്ലർ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാവണം കെന്നത്ത് മാക്സ്വെൽ എമർജൻസി നമ്പറിലേക്ക് ഫോൺ വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരുപക്ഷെ കെന്നത്ത് കില്ലറിനെ കണ്ടിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാവണം അയാൾ കെന്നത്തിനെ കൊലപ്പെടുത്തിയത്. ബാലിസ്റ്റിക് എക്സ്പേർട്സിന്റെ പരിശോധനയിൽ മർഡർ വെപ്പൺ 22 കാലിബർ പിസ്റ്റളാണെന്നും ആ പിസ്റ്റൾ ഉപയോഗിച്ചാണ് 3 പേരെയും ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നും കണ്ടെത്തി. ഇതിൽ നിന്നും കില്ലർ ഒരാളാണെന്ന് അനുമാനിക്കാം. ആ വീട്ടിലേക്ക് ആരും അതിക്രമിച്ചു കയറിയിട്ടുള്ളതിന്റെ ലക്ഷണങ്ങളൊന്നും കാണാത്തതുകൊണ്ട് തന്നെ കില്ലറിനെ ഫ്രെഡിനും റബേക്കയ്ക്കും മുൻപരിചയമുണ്ടാവാമെന്നും പോലീസ് ഊഹിക്കുന്നു. അതുപോലെ ആ വീടിനകത്ത് മോഷണം നടന്നിട്ടുള്ളതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പണവും ആഭരണങ്ങളും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളുമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ റബേക്കയുടെ കമ്പ്യൂട്ടറിന്റെ CPU മാത്രം ആ വീട്ടിൽ നിന്നും കാണാതായിരിക്കുന്നു. ഇതോടെയാണ് ഇന്റർനെറ്റ് ഈ കൊലപാതകത്തിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നും ഇതൊരു ഡിജിറ്റൽ കുറ്റകൃത്യമാവാൻ സാധ്യതയുണ്ട് എന്നുമുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചു തുടങ്ങിയത്. ഇതിനെ തുടർന്ന് ഫ്രെഡിന്റെയും റബേക്കയുടെയും ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഒരു അന്വേഷണം നടന്നു. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരത്തോടെ ബാറിൽ പോയി മദ്യപിക്കുന്ന ശീലം ഫ്രെഡിനും റബേക്കയ്ക്കും ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ആർണീസ് എന്ന ബാറിലാണ് സ്ഥിരമായി പോവാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവനക്കാർക്കെല്ലാം ഫ്രെഡിനെയും റബേക്കയെയും നല്ല പരിചയമുണ്ട്. ഇതോടെ പോലീസ് ആ ബാറിലെത്തി ജീവനക്കാരുടെ മൊഴിയെടുത്തു. അവർ പറഞ്ഞുകൊടുത്ത പല ഡീറ്റെയിൽസും ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായി. ഈ കൊലപാതകങ്ങൾ നടന്ന ദിവസവും ഫ്രെഡും റബേക്കയും ആ ബാറിലെത്തിയിരുന്നു. അന്ന് അവരുടെ കൂടെ 6 അടിയിലധികം ഉയരമുള്ള മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു. ആ ബാറിലെ ജീവനക്കാരും ആ വ്യക്തിയെ മുൻപ് കണ്ടിട്ടില്ല. ഇത് തന്റെ പുതിയ കാമുകനാണെന്നും ഫ്രെഡുമായുള്ള ഡിവോഴ്സിന് ശേഷം താൻ ഇവനോടൊപ്പമാണ് ജീവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് റബേക്ക വളരെ സന്തോഷത്തോടെ അവനെ എല്ലാ ജീവനക്കാർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് റബേക്ക അവന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്താതെ ഇതാണ് എന്റെ പുതിയ കൗബോയ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ സമയത്തെല്ലാം ഫ്രെഡ് അവരോടൊപ്പം വളരെ നിരാശയോടെയാണ് ഇരുന്നിരുന്നത് എന്നും അദ്ദേഹത്തിന് റബേക്കയുടെ പുതിയ കാമുകനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളിൽ നിന്നും തന്നെ വ്യക്തമായിരുന്നു എന്നും ജീവനക്കാർ ഓർത്തെടുത്തു. അതുപോലെ പുലർച്ചെ 2 മണിക്ക് ബാർ അടയ്ക്കുന്നതിന് തൊട്ടു മുൻപാണ് അവർ 3 പേരും ബാറിൽ നിന്നും ഇറങ്ങിയത് എന്നും ജീവനക്കാരുടെ മൊഴിയിൽ പറയുന്നു. ആ ബാറിൽ നിന്നും 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഫ്രെഡും റബേക്കയും താമസിച്ചിരുന്ന വീട്ടിലേക്കുണ്ടായിരുന്നുള്ളൂ. കൃത്യം 3:11 വീടിന് തീപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കെന്നത്ത് മാക്സ്വെൽ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിലുള്ള 1 മണിക്കൂറിനുള്ളിലാണ് കൊലപാതകങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള പല സംഭവങ്ങളും അരങ്ങേറിയിട്ടുള്ളത്. കില്ലർ റബേക്കയുടെ പുതിയ കാമുകൻ തന്നെയാണെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇനി അവൻ ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്നാൽ ബാറിലെ ജീവനക്കാർ പറഞ്ഞുകൊടുത്ത കൗബോയ് എന്ന പേരല്ലാതെ അവനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും അറിയില്ല. റബേക്കയുടെ ഫ്രണ്ട്സിനോ കുടുംബാംഗങ്ങൾക്കോ പോലും അവൾക്ക് പുതിയൊരു കാമുകനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരറിവും ഉണ്ടായിരുന്നില്ല. ഇതേസമയം കൊല ചെയ്യപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. റബേക്ക ബാണി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും കില്ലറിന്റെ സീമൻ കണ്ടെത്താൻ കഴിയുമെന്നും അതിൽ നിന്നും DNA കണ്ടെത്തി കില്ലറിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷ പോലീസുകാർക്കുണ്ടായിരുന്നു. എന്നാൽ കൊല ചെയ്യപ്പെടുമ്പോൾ റബേക്കയുടെ മെൻസ്ട്രൽ പീരീഡ്, അതായത് ആർത്തവം ആരംഭിച്ചു കഴിഞ്ഞിരുന്നതിനാൽ കില്ലറിന്റെ സീമൻ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. ലഭിച്ചത് മുഴുവൻ റബേക്കയുടെ DNA ആയിരുന്നു. പിന്നീട് റബേക്കയുടെ കഴുത്തിൽ നിന്നും ബ്രസ്റ്റിൽ നിന്നുമെല്ലാം ലഭിച്ച സ്രവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചതോടെ അവ കില്ലറിന്റെ ഉമിനീരാണെന്ന് മനസ്സിലാവുകയും അതിൽ നിന്നും കില്ലറിന്റെ DNA കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ലഭിച്ച DNA അമേരിക്കൻ പോലീസിന്റെ നാഷണൽ ഡാറ്റാബേസിലെ ഒരു ക്രിമിനലിന്റെ DNAയുമായും മാച്ച് ആയില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ വീണ്ടും നിരാശയിലാക്കി. ഇതോടെ പോലീസ് വീണ്ടും ക്രൈം സീനിലെത്തി കൂടുതൽ പരിശോധനകൾ നടത്തി. പ്രധാനമായും റബേക്കയുടെ റൂമിലാണ് തിരച്ചിൽ നടത്തിയത്. ഇങ്ങനെ നടത്തിയ തിരച്ചിൽ ഈ കേസിന്റെ ഗതിയാകെ മാറ്റിമറിച്ചു. അതായത് ഈ കൊലപാതകങ്ങളുടെ കാരണം എന്താണ്, കില്ലർ ആരാണ് എന്നെല്ലാം കണ്ടെത്താൻ കഴിയുന്ന രേഖകൾ റബേക്ക തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് അവളുടെ റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. റബേക്ക കൗബോയ് ഫോർ യു 67 എന്ന സ്ക്രീൻ നെയിമിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് അയച്ച ഇമെയിലുകളാണ് പ്രിന്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇമെയിലുകളിലൂടെ ഇരുവരും നടത്തിയിട്ടുള്ള ആശയവിനിമയം മുഴുവൻ ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ളതായിരുന്നു. സ്വന്തം അശ്ലീല ഫോട്ടോകൾ ഉൾപ്പെടെ ഇരുവരും കൈമാറിയിട്ടുണ്ട്. എന്നാൽ ആ ഫോട്ടോകളിൽ റബേക്കയുടെ മുഖം വ്യക്തമായി കാണുന്നുണ്ടെങ്കിലും കൗബോയ് എന്നറിയപ്പെടുന്ന വ്യക്തി മുഖം മറച്ചുകൊണ്ട് ശരീരഭാഗങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചിട്ടാണ് ഫോട്ടോകൾ അയച്ചിരിക്കുന്നത്. റബേക്ക ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്തിനു വേണ്ടിയാണെങ്കിലും അത് കേസന്വേഷണത്തിൽ സഹായകമായി.
ഇതൊരു സൈബർ ക്രൈമാണെന്ന് ഉറപ്പായതോടെ ടൾസ പോലീസിന്റെ സൈബർ ക്രൈംസ് യൂണിറ്റും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി. റെബേക്ക മെയിൽ അയക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറിന്റെ CPU കില്ലർ കൊണ്ടുപോയെങ്കിലും നിലവിൽ കില്ലറിന്റെ ഇമെയിൽ ഐഡിയും സ്ക്രീൻ നെയിമുമെല്ലാം പോലീസുകാർക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഇതോടെ സൈബർ ടീം ആ ഇമെയിൽ ID ഹാക്ക് ചെയ്ത് മെയിലുകളെല്ലാം പരിശോധിച്ചു. ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിന് വെറും 3 ദിവസങ്ങൾക്ക് മുൻപാണ് കൗബോയ് ഫോർ യു 67 എന്ന സ്ക്രീൻ നെയിം ഉപയോഗിക്കുന്ന വ്യക്തി വൈൽഡ് ഐവി എന്ന സ്ക്രീൻ നെയിമിൽ അറിയപ്പെടുന്ന സ്ത്രീയുമായി ചാറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഈ വൈൽഡ് ഐവി എന്നുള്ളത് റെബേക്ക ഉപയോഗിച്ചിരുന്ന സ്ക്രീൻ നെയിമാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. വെറും 3 ദിവസത്തെ പരിചയത്തിന്റെ പുറത്താണ് റെബേക്ക അവനെ തന്റെ കാമുകനായി അംഗീകരിച്ച് ബാറിലേക്കും വീട്ടിലേക്കുമെല്ലാം ക്ഷണിച്ചിരിക്കുന്നത്. വിളിച്ചു വരുത്തിയ അപകടമാണ് ഇത് എന്ന് പറയാതെ വയ്യ. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കൗബോയ് എന്ന സ്ക്രീൻ നെയിം ഉപയോഗിച്ചിരുന്നത് 31 വയസ്സുകാരനായ ജെയിംസ് കിഡ്വെൽ ആണെന്ന് സൈബർ ടീം എളുപ്പത്തിൽ കണ്ടെത്തി. പാർട്ട് ടൈം കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ ജെയിംസ് കിഡ്വെൽ ഒക്ലഹോമയിലെ ഗോർ എന്ന സിറ്റിയിലാണ് താമസിച്ചിരുന്നത്. ക്രൈം സീനിൽ നിന്നും 1.5 മണിക്കൂറോളം ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ള സിറ്റിയാണ് ഗോർ. വിവാഹമോചിതനായ ജെയിംസിന് 2 കുട്ടികളുണ്ട്. നിരവധി സാമ്പത്തിക ബാധ്യതകളുള്ള വ്യക്തി കൂടിയായിരുന്നു ജെയിംസ് കിഡ്വെൽ. 1 വർഷം മുൻപ് ഭാര്യ നൽകിയ ഗാർഹിക പീഡന കേസിൽ ഗോർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജെയിംസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും അന്ന് അവനെ വാണിംഗ് നൽകി വിട്ടയക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഭാര്യയുമായുള്ള ബന്ധം വഷളായതും അവർ ഡിവോഴ്സ് ചെയ്തതും. അതുപോലെ മുൻ കാമുകിയുടെ കാറിന്റെ ടയറുകൾ നശിപ്പിച്ചതായുള്ള മറ്റൊരു കേസും ജെയിംസിന് മേലുണ്ട്. ഇങ്ങനെ ഏത് നിമിഷവും അക്രമാസക്തനായി പെരുമാറുന്ന സ്വഭാവത്തിനുടമയാണ് ജെയിംസ് കിഡ്വെലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിച്ചതോടെ അന്വേഷണ സംഘം അവനെ അറസ്റ്റ് ചെയ്യാനായി ഗോർ സിറ്റിയിലേക്ക് തിരിച്ചു. അവർ അവിടെ എത്തുമ്പോഴേക്കും ഗോർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു കേസിന്റെ ഭാഗമായി ജെയിംസിന്റെ കാർ കസ്റ്റഡിയിലെടുത്തിരുന്നു. തന്റെ കാർ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ജെയിംസും സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് ടൽസ പോലീസ് അറസ്റ്റ് വാറന്റുമായി അവിടെ എത്തുകയും ജെയിംസ് കിഡ്വെലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒപ്പം ജെയിംസിന്റെ കാറും പോലീസ് പരിശോധിച്ചു. വളരെ വൃത്തിഹീനമായ അവസ്ഥയായിരുന്നു ആ കാറിനകം മുഴുവൻ. ജെയിംസിന്റെ താമസവും ഭക്ഷണവുമെല്ലാം ആ കാറിനകത്ത് തന്നെയാണെന്ന് വ്യക്തമാണ്. എന്നിട്ടും ആ കാറിനകം മുഴുവൻ വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നും തന്നെ ജെയിംസ് കിഡ്വെലിന്റെ ജീവിതം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇതിനെല്ലാം പുറമെ ആ കാറിനകത്ത് നിന്നും പോലീസിന് ലൈസൻസ് ഇല്ലാത്ത ഒരു പിസ്റ്റൾ ലഭിച്ചു. അത് ഒരു 22 കാലിബർ പിസ്റ്റളായിരുന്നു. റെബേക്ക ബാർണിയെക്കുറിച്ച് ചോദിച്ച സമയത്ത് തനിക്ക് അങ്ങനെയൊരാളെ അറിയില്ല എന്നാണ് ജെയിംസ് പറഞ്ഞത്. ഇതേസമയം കൊലപാതകങ്ങൾ നടന്ന് 12 മണിക്കൂറിനുള്ളിൽ തന്നെ ജെയിംസ് ഓൺലൈനിലൂടെ മറ്റൊരു സ്ത്രീയെ പരിചയപ്പെട്ട് ചാറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ യുവതിയെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തു. ഓൾറെഡി ജെയിംസുമായി ഡേറ്റിംഗ് നടത്തിയതിന്റെ ഷോക്കിലാണ് ആ സ്ത്രീ ഉണ്ടായിരുന്നത്. അതായത് ജെയിംസിന്റെ കയ്യിൽ എപ്പോഴും ഒരു പിസ്റ്റൾ ഉണ്ടാവുമെന്നും അയാൾ പെട്ടെന്ന് അക്രമാസക്തനാവുന്ന വ്യക്തിയാണ് എന്നും ഡേറ്റിംഗിന്റെ ആദ്യ ദിവസം തന്നെ ആ സ്ത്രീക്ക് മനസ്സിലായിരുന്നു. ഇതിനെ തുടർന്ന് ജെയിംസുമായുള്ള ഡേറ്റിംഗ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പോലീസ് അവളെ തേടിയെത്തിയതും ഈ കൊലപാതകങ്ങളെക്കുറിച്ച് പറഞ്ഞതും. ഡിവോഴ്സിന് ശേഷം ജെയിംസ് കിഡ്വെൽ അവന്റെ അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നും ആ സ്ത്രീ വെളിപ്പെടുത്തി. ഇതോടെ പോലീസ് ജെയിംസ് കിഡ്വെലിന്റെ അമ്മയുടെ വീട്ടിലെത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തു. അവിടെ നിന്നും റെബേക്കയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച CPU കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ജെയിംസിന്റെ കമ്പ്യൂട്ടർ പരിശോധിച്ച സമയത്ത് അയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ ഒരാൾ മാത്രമായിരുന്നു റെബേക്ക. റെബേക്ക ആരാണെന്ന് അറിയില്ല എന്നുള്ള മൊഴിയിൽ തന്നെ ജെയിംസ് ഉറച്ചു നിൽക്കുമ്പോഴും അയാളുടെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി മുഴുവൻ ഈ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അപ്ഡേറ്റ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇതിനെല്ലാം പുറമെ ജെയിംസിന്റെ DNA റെബേക്കയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച കില്ലറിന്റെ DNAയുമായി മാച്ച് ആവുക കൂടി ചെയ്തതോടെ കില്ലർ ജെയിംസ് കിഡ്വെൽ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പായി. സൈബർ എവിഡൻസും DNA എവിഡൻസുമെല്ലാം തനിക്കെതിരായി എന്നറിഞ്ഞതോടെ ജെയിംസ് കിഡ്വെൽ കുറ്റസമ്മതം നടത്തി. ജെയിംസിന്റെ കുറ്റസമ്മത മൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫ്രെഡ് ബാർണിയുമായുള്ള ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതോടെയാണ് റെബേക്ക പുതിയ ബോയ്ഫ്രണ്ടിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അങ്ങനെയാണ് റെബേക്ക ജെയിംസിനെ പരിചയപ്പെടുന്നത്. ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 19-നാണ് ഇരുവരും പരിചയപ്പെട്ടത്. ഇതെല്ലാം നടന്നത് ഓൺലൈനിലൂടെയാണ്. പരിചയപ്പെട്ടതിന്റെ 2ാമത്തെ ദിവസം തന്നെ ജെയിംസ് കിഡ്വെൽ ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള സംസാരം തുടങ്ങി. റെബേക്കയും അതിന് കൂട്ടുനിന്നു എന്നുള്ളത് അവൾ അയച്ചു കൊടുത്ത അശ്ലീല ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ്. പരിചയപ്പെട്ട് 3ാമത്തെ ദിവസം റെബേക്ക അവളുടെ ഫോൺ നമ്പർ ജെയിംസിന് കൈമാറി. പിന്നീടുള്ള സംസാരം മുഴുവൻ ഫോൺ കോളിലൂടെയായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ അവർ മീറ്റ് ചെയ്യാനും തീരുമാനിച്ചു. അങ്ങനെയാണ് റെബേക്ക ജെയിംസിനോട് ബാറിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. പക്ഷേ നേരിട്ട് കണ്ട് പരിചയമില്ലാത്ത ഒരാളെ ആദ്യമായി കാണാൻ പോകുന്നതിന്റെ ചെറിയൊരു ഭയം റെബേക്കയ്ക്കുണ്ടായിരുന്നു. അതിനാലാണ് അവൾ ഫ്രെഡിനെയും ഒപ്പം കൂട്ടിയത്.
ഒരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് ഫ്രെഡ് ജസ്റ്റ് വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെയാണ് അദ്ദേഹം റബേക്കയോടൊപ്പം ബാറിലേക്ക് പോയത്. എന്നാൽ ലൈംഗിക താല്പര്യം മാത്രം മനസ്സിൽ വെച്ച് ബാറിലെത്തിയ ജെയിംസിന് റബേക്കയുടെ കൂടെ അവളുടെ ഭർത്താവിനെയും കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നിരുന്നു. കാര്യം നടക്കാനായി ഒരുവിധം അവൻ ആ ദേഷ്യം കൺട്രോൾ ചെയ്തു. അന്ന് പുലർച്ചെ 1:45 വരെ അവർ 3 പേരും ആ ബാറിലിരുന്ന് മദ്യപിച്ചു. ജെയിംസിന്റെ വീട്ടിലേക്ക് ആ ബാറിൽ നിന്നും 1.5 മണിക്കൂറോളം ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനാൽ മദ്യപിച്ച് ഇത്ര ദൂരം കാർ ഓടിക്കണ്ട എന്ന് പറഞ്ഞ് റബേക്ക ജെയിംസിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ജെയിംസ് ആഗ്രഹിച്ചിരുന്നതും അതുതന്നെയായിരുന്നു. അങ്ങനെ പുലർച്ചെ 2 മണിയോടുകൂടി അവർ വീട്ടിലെത്തി. കുറച്ചുനേരം സംസാരിച്ചിരുന്നതിനു ശേഷം ഫ്രെഡ് അദ്ദേഹത്തിന്റെ റൂമിൽ പോയി വസ്ത്രങ്ങൾ മാറി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് കയറി. ഇതേസമയം റബേക്ക ജെയിംസുമായി അവളുടെ ബെഡ്റൂമിലായിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ജെയിംസ് റബേക്കയെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചു. എന്നാൽ മെൻസ്ട്രൽ പീരീഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്ന് റബേക്ക പറഞ്ഞു. ഇത് ജെയിംസിനെ ചൊടിപ്പിച്ചു. നിരവധി തവണ നിർബന്ധിച്ചെങ്കിലും റബേക്ക സമ്മതിക്കാതിരുന്നതോടെ അവന്റെ സകല നിയന്ത്രണവും നഷ്ടമായി. അവൻ ദേഷ്യപ്പെട്ട് ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി. എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവൻ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സമയം ജെയിംസിന്റെ കയ്യിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. കിച്ചണിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫ്രെഡ് ബാർണിയുടെ അടുത്തേക്കാണ് അവൻ ആദ്യം പോയത്. പുറകിൽ ജെയിംസ് വന്നു നിൽക്കുന്നത് ഫ്രെഡ് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തലയിലൂടെ ഒരു വെടിയുണ്ട തുളച്ചു കയറി. സാൻഡ്വിച്ചിലും ചുമരിലേക്കുമെല്ലാം ചോര തെറിച്ചു. ഈ ശബ്ദം കേട്ട് ബെഡ്റൂമിൽ നിന്നും റബേക്ക കിച്ചണിലേക്ക് ഓടി വന്നു. നോക്കുമ്പോൾ ജെയിംസ് കയ്യിലൊരു തോക്കുമായി നിൽക്കുന്നു. നിലത്ത് ഫ്രെഡ് ബാർണി വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു. ഉടനെ തന്നെ ജെയിംസ് റബേക്കയ്ക്ക് നേരെയും തോക്ക് ചൂണ്ടി അവളെ ഭീഷണിപ്പെടുത്തി വസ്ത്രങ്ങൾ അഴിപ്പിച്ചതിനു ശേഷം ബെഡ്റൂമിനകത്തേക്ക് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. എല്ലാത്തിനും ശേഷം അവളുടെ മുഖത്ത് തലയണ വെച്ച് അതിനു മുകളിലൂടെ 3 തവണയാണ് ഷൂട്ട് ചെയ്തത്. ഈ 3 വെടിയുണ്ടകളും റബേക്കയുടെ തലയിൽ തുളച്ചു കയറി. അങ്ങനെ അവളും മരണപ്പെട്ടു. പിന്നീട് നടന്നത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. അതിനുവേണ്ടി റബേക്കയുടെ കമ്പ്യൂട്ടർ CPU എടുത്ത് വീടിന് പുറത്തു കൊണ്ടുവയ്ക്കുകയും ഗ്യാസ് ലൈൻ കട്ട് ചെയ്ത് വീടിന് തീയിടുകയും ചെയ്തു. ശേഷം CPU കാറിൽ കൊണ്ടുവച്ച ജെയിംസ് അവിടെ നിന്നും പോവാൻ തയ്യാറെടുക്കുമ്പോഴാണ് കെന്നത്ത് മാക്സ്വെൽ അതുവഴി വന്നതും വീടിന് തീപിടിച്ചത് കണ്ട് എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചതും. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജെയിംസ് പിസ്റ്റളുമായി കെന്നത്തിന്റെ കാറിനടുത്തെത്തുകയും അവനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും പോവുകയുമായിരുന്നു. കൃത്യസമയത്ത് തന്നെ കെന്നത്ത് മാക്സ്വെൽ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചതുകൊണ്ട് മാത്രമാണ് ക്രൈം സീനിൽ നിന്നും തെളിവുകളൊന്നും നശിച്ചു പോവാതെ ഡെഡ് ബോഡികൾ റിക്കവർ ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരനാണ് കെന്നത്ത് മാക്സ്വെൽ എന്നും അതിനുവേണ്ടി അദ്ദേഹം സമർപ്പിച്ചത് സ്വന്തം ജീവനാണ് എന്നുമായിരുന്നു അന്വേഷണ സംഘം പിന്നീട് പറഞ്ഞത്. 2004 നവംബറിലാണ് ഈ കേസിലെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത്. 3 കൊലപാതകങ്ങളിലും ജെയിംസ് കിഡ്വെൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അവന് ആജീവനാന്തകാലം ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. ഇനിയൊരിക്കലും ജെയിംസ് കിഡ്വെൽ ജയിൽ മോചിതനാവില്ല. നമുക്ക് ചുറ്റിലും പലതരം മനുഷ്യന്മാരാണുള്ളത്. അവരുടെയൊന്നും ഉള്ളിലിരിപ്പ് ആദ്യ കാഴ്ചയിലോ 2-3 ദിവസങ്ങളിലെ സംസാരത്തിലോ ഒന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. അതിനാൽ പുതിയ ബന്ധങ്ങളിലേക്ക് കടക്കുമ്പോൾ കൃത്യമായ ഡിസ്റ്റൻസ് പാലിക്കാൻ ശ്രദ്ധിക്കണം. പേഴ്സണൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും അയച്ചു കൊടുക്കരുത്. അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളഞ്ഞു വരും. മറക്കരുത്, എല്ലാവരും സുരക്ഷിതരായിരിക്കൂ. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.